പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്നേഹവാനായ പിതാവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്നു. നിന്റെ കാരുണ്യവും ദയയും ഓരോ ദിവസവും പുതിയതാണ് എന്നും ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ലവനായ ഈശോയെ നന്ദി. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന്, അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും, എല്ലാ സങ്കടങ്ങളും പരിപൂർണമായി ഈശോയെ നിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമാശ്വാസവും സമാധാനവും അനുദിനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യം, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. കർത്താവേ, നിൻ്റെ ഈ വചനം ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുന്നു. ഇത് ഞങ്ങളുടെ അടിയന്തരമായൊരു അപേക്ഷയാണ്. ഈ അടിയന്തര അപേക്ഷ നിൻ്റെ ജനത്തിന് ആശ്വസിപ്പിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഞങ്ങൾക്കിന്ന് നൽകുന്നത്. ദൈവത്തിൻ്റെ സമാശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ യെശയ്യാ പ്രവാചകനിലൂടെ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ചുറ്റും നോക്കിയാൽ വേദനിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, ഒറ്റപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, പീഡിതർ, ദുഃഖിതർ, ദരിദ്രർ, അഗതികൾ, ഇങ്ങനെ ധാരാളം പേരെ നമ്മൾ ചുറ്റുവട്ടം നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം മുൻപിൽ നിർത്തിയിട്ടാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:1 നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരിലേക്ക് ആശ്വാസത്തിൻ്റെ ദൂതുമായി, വാക്കുമായി, പ്രവൃത്തികളുമായി കടന്നു ചെല്ലണമെന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ പറയുന്നത് പോലെ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ ഓരോ തലത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. 2 കൊറിന്തോസ് 1:4. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും സങ്കടങ്ങൾക്കും ആശ്വാസവും സന്തോഷവുമായ നല്ല തമ്പുരാൻ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മെ വലിയൊരു ഉത്തരവാദിത്വം അവിടുന്ന് ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ വേദനിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, അവഗണിക്കപ്പെട്ടവരെ അവരിലേക്ക് കടന്നു ചെന്ന് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ, സമാശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഓ പരമദിവ്യകാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും നിൻ്റെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട്, ഞങ്ങൾക്ക് വീഴ്ചകളുണ്ട്. ഈശോയെങ്കിലും ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഇതിൻ്റെ ആഴമായ സ്നേഹം, നീ നൽകുന്ന സമാധാനം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അതിനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകുവാനുള്ള ശക്തി, ആത്മശക്തി എനിക്ക് നൽകണമേ. ഒറ്റപ്പെട്ടു പോയവർക്ക് കൂട്ടാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുവാനും മാറ്റി നിർത്തപ്പെട്ടവരെ കൂടെ നിർത്തുവാനും ഒറ്റപ്പെട്ടവരെ പോയവരുടെ കൂടെ ആയിരിക്കുവാനും വിവേചനം കാണിക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കുവാനും ഇതിനുള്ള എല്ലാ കൃപയും നല്ല തമ്പുരാനെ നീ ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ സമാശ്വാസം ഞങ്ങളിലൂടെ ഒഴുകട്ടെ. അത്
അത് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ. ഈ ദിവസം മുഴുവൻ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ കാരുണ്യവാനായ ഈശോയെ, പരമകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ കൂടെ സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് നിൻ്റെ ഈ സ്നേഹം മറ്റുള്ളവരുമായി വ്യവസ്ഥകളില്ലാതെ സമൃദ്ധമായി ചൊരിയുവാൻ, പങ്കുവച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ നിൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, വ്യക്തിപരമായ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെതായ നിയോഗങ്ങൾ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളുടെ നിയോഗങ്ങൾ, സഭയുടെ നിയോഗങ്ങൾ, ഇടവകയുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാരുടെ നിയോഗങ്ങൾ, സൗഹൃദങ്ങളിലെ നിയോഗങ്ങൾ എല്ലാം ഈശോയെ നിൻ്റെ സ്നേഹത്തിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുകയാണ്. നിൻ്റെ ആഴമേറിയ സ്നേഹക്കടലിലേക്ക് നിയോഗങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുകയാണ്. പ്രിയ സഹോദരരെ, നമുക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ വേദനകളും, സങ്കടങ്ങളും, സന്തോഷങ്ങളും എല്ലാം നിയോഗങ്ങളാണല്ലോ. ആ നിയോഗങ്ങൾ മുഴുവൻ ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ കടലിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടെല്ലാം ആശ്വസിപ്പിക്കപ്പെടുന്നതും പൂർത്തിയാക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതുമായ ആ സ്നേഹക്കടലിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. പരമകാരുണ്യവാനായ ഈശോയെ, കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും നിൻ്റെ സ്നേഹം കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങളെ ശുദ്ധരാക്കുകയും ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവിശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.